വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ സമയത്ത് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഭയങ്കര താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾക്ക് പോലും, അതായത് ഇൻക്ലൂഡ് മീ, എനിക്ക് പോലും അദ്ദേഹം പറഞ്ഞ ആ ഒരു വാഗ്ദാനങ്ങളില്ലേ അത് നിറവേറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഈ പറയുന്ന മനുഷ്യൻ MLA ആയിരിക്കുന്ന സമയത്ത്, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് വിരൽ ചൂണ്ടുന്നത് നല്ലതായിരിക്കും. കാരണം പിണറായി വിജയന്റെ ഭരണം മോശമാണ് എന്ന് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ പോലും ഒന്ന് സന്തോഷിച്ചതാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളൊക്കെ നിറവേറ്റുന്നുള്ളത്. എന്താണ് വാക്ക് എന്നല്ലേ, ഒന്ന് കാണാൻ കേട്ടോ. അധികമായി കിട്ടുന്ന വരുമാനം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാണ്. ഓരോ പ്രാവശ്യവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം അതനുസരിച്ച് ഉയരുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയും അതിന്മേലുള്ള എക്സൈസ് നികുതിയും അതിന്മേലുള്ള സെസ്സും എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് അതിന്മേൽ കേരളത്തിന്റെ നികുതി വർദ്ധിക്കുന്നത്. ഓരോ പ്രാവശ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വരുമാനം ഉണ്ടാവുകയാണ്. കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായ അധിക വരുമാനം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ ആ ഒരു നികുതി കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ എളുപ്പമായിരിക്കും. കറക്റ്റാണ്, 50-60 രൂപക്ക് പെട്രോൾ കിട്ടും. ഞാനിതിപ്പോ ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞ ഈ വാക്കുകൾ ഉണ്ടല്ലോ, ആ വാക്കുകൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ, ആ ഒരു കാര്യം സാധാരണക്കാർക്ക് ഉപകാരമാവുന്ന രീതിയിൽ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് അറിയണം. അതുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. ഇപ്പൊ വി.ഡി. സതീശൻ വോട്ട് ചെയ്തുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണെന്നുള്ളതാണ്. ഈ അധിക നികുതി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഭക്ഷ്യവസ്തുക്കൾക്ക് വില കുറയും, സാധനങ്ങൾ വില കൂടില്ല, കുറയും. അത് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അന്ന് പിണറായി വിജയനെ നിയമസഭയിൽ ഇരുത്തി നിർത്തിപ്പൊരിച്ച വാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്നാലും അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ, കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. പക്ഷെ അതിന്റെ പിന്നിൽ എന്തൊക്കെ നടക്കും എന്ന് നോക്കാം നമുക്ക്. കേരള സർക്കാരിന് പെട്രോളിൽ നിന്നും അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. നികുതി ഈടാക്കിക്കൊണ്ടാണ് ആ വരുമാനം ഉണ്ടാക്കുന്നത്. ഈ ഫണ്ട് വന്നു കഴിഞ്ഞാലാണ് ഒരുപാട് ആളുകൾക്ക് നമുക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നത്, പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയിലൂടെ ലഭിക്കുന്ന നികുതി GST, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മദ്യത്തിന്റെയും മേലുള്ള നികുതി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തമായ വരുമാന സ്രോതസ്സുകളാണിത്. പിന്നെ മുദ്രപത്രവും രജിസ്ട്രേഷനും, ഭൂമി, കെട്ടിടങ്ങൾ എന്നിവയുടെ വിൽപ്പനയും രജിസ്ട്രേഷനും വഴി ലഭിക്കുന്ന ഫീസ്, വാഹന നികുതി, പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷനും റോഡ് നികുതിയും വഴി ലഭിക്കുന്ന തുക, പിന്നെ ലോട്ടറി. ഇതിലൂടെയാണ് കേരള സർക്കാരിന് വലിയ രീതിയിലുള്ള വരുമാനം കിട്ടുന്നത്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ട്. ഏത് ബില്ല് പാസ്സാക്കിയാലും ഈ ഫണ്ടിൽ നിന്നാണ് നമുക്ക് എടുത്തിട്ട് പണിയെടുക്കേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് വി.ഡി. സതീശൻ പറഞ്ഞൊരു വാക്കാണ് ഇന്ധന നികുതി പകുതിയായിട്ട് കുറയ്ക്കണം എന്നുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ളത്. നിലവിൽ പെട്രോൾ വിലയുടെ വലിയൊരു പങ്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന നികുതികളാണ്. നികുതി എടുത്തു കളഞ്ഞാൽ ഇന്ന് 100-ന് ലഭിക്കുന്ന പെട്രോള് 60 മുതൽ 50 രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിലക്കയറ്റം ഇല്ലാതാകും. പെട്രോൾ, ഡീസൽ വില കുറയുമ്പോൾ ചരക്കുകൂലി വലിയ തോതിൽ കുറയും. ഇത് വിപണിയിൽ അരി, പച്ചക്കറി, മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയുടെ വില ഗണ്യമായി കുറയാൻ കാരണമാകും. യാത്രാ ചെലവ് കുറയുന്നുള്ളതാണ്. ബസ് കൂലി, ഓട്ടോ, ടാക്സി നിരക്കുകൾ, സ്വകാര്യ വാഹനങ്ങളുടെ ഇന്ധന ചെലവ് എന്നിവ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇന്ധനത്തിൽ നിന്ന് കിട്ടുന്ന നികുതി കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ ഗുണങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഒരു ഭാഗം മാത്രമല്ല എല്ലാ ഭാഗവും നോക്കാം. രണ്ടാമത്തെ ഭാഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഖജനാവ് ശൂന്യമാകും എന്നുള്ളതാണ്. അത് വലിയൊരു മണ്ടത്തരായി പോകുന്നുള്ളതാണ് നികുതി കുറച്ചു കഴിഞ്ഞാൽ. അപ്പൊ എന്താ ചെയ്യേണ്ടി വരിക? നികുതി വലിയ രീതിയിൽ കൂട്ടേണ്ടി വരും മറ്റുള്ള വസ്തുക്കൾക്ക്. കേരള സർക്കാരിന്റെ സ്വന്തം വരുമാനത്തിന്റെ ഏറ്റവും വലിയ 2 തൂണുകളാണ് മദ്യത്തിൽ നിന്നുള്ള നികുതി, പെട്രോൾ നികുതിയും. ഇത് പെട്ടെന്ന് ഇല്ലാതായാൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. കൂപ്പുകുത്തും, മൂക്കുകുത്തും എന്നുള്ളതാണ്. ക്ഷേമ പെൻഷനുകൾ, സൗജന്യ റേഷൻ, കാരുണ്യ പോലുള്ള ആരോഗ്യ പദ്ധതികൾ എന്നിവ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതാവും. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, വിരമിച്ചവരുടെ പെൻഷൻ എന്നിവ കൃത്യമായി നൽകാൻ കഴിയാതെ പണി കിട്ടും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ പുതിയ റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ, ആശുപത്രി എന്നിവയുടെ നിർമ്മാണ അറ്റകുറ്റപ്പണികളെല്ലാം തടസ്സമാവും. അടിപൊളി. അപ്പോ അന്ന് വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പിണറായി സർക്കാരും അന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇന്ന് ഇദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ആ തീരുമാനം ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഗുണമുണ്ട്, ഒരു സൈഡിൽ ദോഷമുണ്ട് എന്നുള്ളതാണ്. ദോഷം ഒരു പക്ഷെ ഗുണത്തേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും? നികുതി കുറച്ചു കഴിഞ്ഞൊന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഭൂമി രജിസ്ട്രേഷൻ ഫീസ്, വാഹന നികുതി, കെട്ടിട നികുതി, വൈദ്യുതി ചാർജ്, വെള്ളക്കരം എന്നിവ വൻതോതിൽ വർദ്ധിപ്പിക്കേണ്ടി വരും. 8ന്റെ പണി കിട്ടുകയും പിന്നെ നിലവിൽ തന്നെ ഉയർന്ന നിരക്കിലാണ് മദ്യം, അതിന്റെ നികുതി വീണ്ടും ഉയർത്തേണ്ടി വരും.
വീണ്ടും സെസ് ഏർപ്പെടുത്തേണ്ടി വരും. പുതിയ രീതികളിലൂടെ സർക്കാർ ഫണ്ട് കണ്ടെത്തേണ്ടി വരും. ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പിരിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പിണറായി വിജയനെ വറപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കാണ് ആ അധിക നികുതി ഒന്ന് കുറയ്ക്കാൻ. അത് ഈ സർക്കാരിനെ കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ്. അടുത്തത് പാലിന്റെ വില കൂടി എന്നുള്ളൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. മിൽമ പാലിന് 4 രൂപ കൂട്ടി എന്നുള്ളത്. സത്യത്തിൽ ആരാണ് ആ പാലിന്റെ വില കൂട്ടിയത്? അത് പിണറായി സർക്കാരാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. തന്നുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെയാണ് മിൽമ പാല് വർദ്ധിപ്പിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നാം എല്ലാവരും കണ്ടതാ, നേരത്തെ മന്ത്രിസഭ കഴിഞ്ഞ ഗവൺമെന്റാണ് ഈ 4 രൂപ പാല് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ മന്ത്രി പോലും ആകുന്നതിന് മുമ്പ് വർദ്ധിപ്പിച്ചത്. എന്നിട്ട് മന്ത്രിയുടെയോ ഗവൺമെന്റിന്റെയോ തലയിൽ വയ്ക്കുന്നത് ശരിയല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ഷീര വികസനം അല്ലെങ്കിൽ ക്ഷീര കർഷകരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, 4 രൂപയാണ് മിൽമയ്ക്ക് കൂടിയിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ സർക്കാരാണ് ഇത് കൂട്ടിയത്. എന്നാൽ ഈ സർക്കാരിന് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള വലിയൊരു ചോദ്യമാണ്. മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത വി ഡി സതീശന് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടലുകൾ ചെയ്യാൻ കഴിയില്ല? ഈ വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യത്തിന് ക്ലിയറൻസ് കിട്ടും എന്നുള്ളതാണ്. പുതിയ മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി വാങ്ങിയ ശേഷമാണ് ഇന്ന് ചേർന്ന മിൽമ ഭരണസമിതി യോഗം പാൽവില കൂട്ടാനുള്ള തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയുമായിട്ട് നമ്മൾ രാവിലെ കാണുകയും പാൽവില വർധനവ് നടപ്പിലാക്കുന്നതിന് ഒരു പ്രയാസമില്ല, നിങ്ങളത് തീരുമാനം എടുത്തോളൂ എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് ഇന്ന് 4 രൂപ 1 ലിറ്റർ പാലിന് ജൂൺ മാസം 1-ാം തീയതി മുതൽ വില വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ പിണറായി സർക്കാർ കൂട്ടിയ വില കുറയ്ക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ വി ഡി സതീശനെതിരെ സംസാരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പൊതുജനമാണ്, നമ്മൾ ആരുടെ അടിമയാവാൻ പാടില്ല എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായങ്ങൾ പറയണം, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം, തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കും. എന്തുകൊണ്ട് മിൽമയുടെ ഈ കൂടിയ തുക കൂട്ടരുത് എന്ന് വി ഡി സതീശൻ പറഞ്ഞില്ല? മുഖ്യമന്ത്രി പറഞ്ഞില്ല? ചോദ്യമാണ് കേട്ടോ. കാരണം ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിമാരും MLA-മാരും ഒക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ജനദ്രോഹപരമായുള്ള കാര്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കണം, നല്ലതാണെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. ഇവിടെ എന്തുകൊണ്ട് മിൽമയുടെ വില കുറയ്ക്കാൻ അദ്ദേഹം തയ്യാറായില്ല? വലിയൊരു ചോദ്യമാണ്. ഇനി മറ്റൊരു കാര്യമാണ് KSRTC-യിലെ സൗജന്യ യാത്ര. ഒന്ന് കാണാം. വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഈ ഒരു കാര്യത്തിനാണ് ഒരു പക്ഷേ UDF-ന് നല്ല വോട്ട് കിട്ടിയിട്ടുള്ളത്. സ്ത്രീകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ വോട്ട് മറിഞ്ഞത് UDF-നാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഈ ഒരു കാര്യം ഓർഡിനറി ബസ്സിൽ മാത്രമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ വാർത്ത നിങ്ങളൊന്ന് കേൾക്ക്. അതിനുശേഷം ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ KSRTC-യിലെ സൗജന്യ യാത്ര അത് എങ്ങനെയാണ്, ഏതെല്ലാം ബസ്സുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയമായി നിൽക്കുകയാണ്. അപ്പോൾ KSRTC-യിലെ സൗജന്യ യാത്ര അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും പരിഗണിക്കുക. കേരളത്തിൽ 4625 KSRTC ബസ്സുകളുണ്ട്. അതിൽ 2426 ഓർഡിനറി ബസ്സുകളാണ്. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയാണ് സർക്കാർ ആലോചിക്കുന്നത്. KSRTC-യിലെ യാത്രക്കാരുടെ കണക്കെടുപ്പ് തുടരുന്നുണ്ട്. സോറി, കറണ്ട് പോയി. പക്ഷെ വീഡിയോ അവസാനിപ്പിച്ച് അതിന്റെ ഫ്ലോ പോവും. അതുകൊണ്ട് ഈ വെളിച്ചത്തിലാണ് പറയാന്ന് വിചാരിച്ചു. ഓർഡിനറി ബസ്സിലേക്ക് ഈ യാത്ര ചുരുക്കിയിട്ടുണ്ട്. അതായത് 2000 ചില്ലറ ബസ്സുകളാണ് ഓർഡിനറി ബസ്സുകൾ ഉള്ളത്. 20 മുതൽ 40 കിലോമീറ്റർ വരെ ഓടുന്നതാണ് ഓർഡിനറി ബസ്സുകൾ. എല്ലാ ഓർഡിനറി ബസ്സുകളിലും ഈ ഒരു സംവിധാനം ഉണ്ടാവില്ല. പിങ്ക് പെയിന്റ് അടിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് ചെയ്തതോ ആയിട്ടുള്ള ബസ്സുകളിൽ മാത്രമായിരിക്കും ഈ ഒരു യാത്രാ സൗജന്യം കിട്ടുക. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ കുറച്ച് നട്ടല് വേണമെന്ന കാര്യം തർക്കമൊന്നും വേണ്ട. അത്രമാത്രം സാമ്പത്തികമായിട്ട് സർക്കാരിന് നഷ്ടം വരുന്നൊരു കാര്യമാണ്. 60 കോടി രൂപയാണ് പ്രതിമാസം ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് നഷ്ടം വരാൻ പോകുന്നത്. പക്ഷെ അത് മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ സർക്കാർ കണ്ടെത്തി കഴിഞ്ഞാൽ അത് പ്രശ്നം പരിഹരിക്കാം. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പൊ എന്റെ വീട് എടപ്പാളാണ്, എടപ്പാളിൽ നിന്ന് ഗുരുവായൂരിലേക്കോ തൃശ്ശൂരിലേക്കോ പോകാനൊക്കെ ഈ ഒരു ബസ് കയറി കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവില്ല. എനിക്കല്ല, വീട്ടിൽ അമ്മ പെങ്ങന്മാരുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്, സ്ത്രീജനങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകണമെങ്കിൽ അടുത്ത ബസ് കയറേണ്ടി വരും. ഇങ്ങനെ ബസ്സുകൾ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഒരു സ്ഥലത്ത് എത്തിപ്പെടാനുള്ള സാധ്യത ഇല്ല. അപ്പൊ 40 കിലോമീറ്റർ അകത്തുള്ള ഓട്ടങ്ങളിലായിരിക്കും നമുക്കത് ഗുണം. എന്നാലും ഗുണം തന്നെയാണ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അന്ന് അവർ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. അല്ല, എല്ലാ ബസ്സുകളും എന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് മാറ്റി. ഓക്കെ, എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാത്തിനും പ്രയാസങ്ങൾ ഉണ്ടാവും. ഇപ്പോ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പരിശോധിക്കുക എന്നുള്ളതാണ്. വി ഡി സതീശന്റെ പൂക്കിച്ചിരിയൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് വേണ്ടത് ചിരികൾ മാത്രമല്ല, നല്ല ഭരണം കൂടിയാണെന്നുള്ളതാണ്.
ആ ഭരണം കാഴ്ചവെക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള നട്ടലുണ്ടല്ലോ, അത് ഞാൻ മടക്കി ഒരു മൂലയിലൊന്നും വെച്ചിട്ടില്ല, അത് ഇവിടെ തന്നെയുണ്ട്. വേറൊന്നും പറയുന്നില്ല. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.